വാർത്തയിലേക്ക്. കൊല്ലം പത്തനാപുരത്ത് പുലിയെ കണ്ടെത്തി. പൂങ്കുളഞ്ഞി ഭാഗത്തെ ജനവാസ മേഖലയിലാണ് പുലിയെ കണ്ടത്. മറിയാമ്മ ജോർജ് എന്നയാളുടെ വീട്ടിൽ കയറി വളർത്തുനായെ ആക്രമിച്ചു. പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, നമുക്ക് ഇപ്പോൾ ആ പുലിയെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതിലിപ്പോൾ വനം വകുപ്പ് ഉൾപ്പെടെ അവിടെ വന്നത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചോ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ബഹളം കേട്ടുകൊണ്ട് ആളുകൾ ഉണർന്ന സമയത്തനുസരിച്ച് പുലി ഓടി ഒളിക്കുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആ വീട്ടിലെ നായയെ ആക്രമിക്കുകയായിരുന്നു. ആ ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഒരു പുലി അതുവഴി ആ വീടിന്റെ അതുവഴി പോകുന്നത് കാണിക്കും. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അത് പുലിയാണെന്നുള്ളത് കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാത്രികാല വനംവകുപ്പിന്റെ പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, പെട്രോളിംഗിനായി 5 RRP സംഘത്തിന്റെ സഹായവും തേടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ പരിശോധനകളൊക്കെ നടത്തുക. ആളുകളോട് രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഈ പൂങ്കുളം മേഖലയിലുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ആളുകൾ ആദ്യം ഒരു സംശയമൊക്കെയാണ് പറഞ്ഞത്, പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതും രക്തക്കറയൊക്കെ കണ്ടതും വെച്ച്. പക്ഷേ ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ പറഞ്ഞതോടുകൂടെ അതീവ ജാഗ്രതയിലാണ് മേഖല. എന്തായാലും പുലിയെ കണ്ടതിന് പിന്നാലെ ഇപ്പോൾ ജനങ്ങൾക്ക് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലിജോയാണ് വിശദാംശങ്ങൾ നൽകിയത്.